ഹോണറിൻ്റെ ഹോണർ പാഡ് GT എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പാഡ് GT എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ പാഡ് GTയിൽ 11.5 ഇഞ്ചിൻ്റെ 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2800x1840 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IMAX എൻഹാൻസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 22,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. അപ്പോൾ ഫോണുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളിൽ LCD പാനൽ ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 480 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.12 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ ഒപ്റ്റിക്കൽ മാജിക് പെൻ സ്റ്റൈലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ വൈറ്റ്, ഗ്രേ, ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. 22,300 രൂപ പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ 8 സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. Android 15 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. 13 മെഗാപിക്സൽ ഒരു ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. കാരണം ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പോൾ നമുക്ക് ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,100 mAh ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. തിരക്കില്ലാത്തൊരു നല്ല ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ടാബ് ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1,899 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 22,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. മൊത്തത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില ചിലപ്പം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണറിൻ്റെ ഹോണർ പാഡ് GT എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.